Hello, welcome to my channel Homemade. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഇപ്പോൾ പകലൊക്കെ നല്ല ചൂടല്ലേ, രാവിലെയും രാത്രിയിലും മഞ്ഞുണ്ടെങ്കിൽ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നെല്ലിക്ക ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ധാരാളം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 3 ഗ്ലാസ് ജ്യൂസിൻ്റെ അളവിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 5 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് വലിപ്പത്തിലെ 5 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ പീസ് മതി, ബാക്കി നമ്മൾ എടുക്കില്ല. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നെല്ലിക്കയുടെ കുരുവിൻ്റെ പുറത്ത് നിന്ന് അതെല്ലാം ചെത്തിയെടുക്കാം, കുരു മാറ്റിയെടുക്കാം. 5 നെല്ലിക്ക അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം. നമുക്ക് നെല്ലിക്ക അരിഞ്ഞെടുത്തു. ഇനി പച്ചമുളകിൻ്റെ ഒരറ്റത്തുനിന്ന് കുറച്ച് മാത്രം നമുക്ക് എടുത്താൽ മതി, ബാക്കി അങ്ങ് മാറ്റാം. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാം. ഞാനിത് കുട്ടികൾക്കും കൂടെ കൊടുക്കാനുള്ള പരുവത്തിനാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പോരാത്ത ഉപ്പ് അവസാനം ചേർക്കാം. ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അരിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനകത്ത് ജ്യൂസ് എല്ലാം നന്നായിട്ട് വരുന്ന രീതിയിൽ അരിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കോൺസെൻട്രേറ്റഡ് ആയിരുന്നു നമ്മൾ അരിച്ചെടുത്തപ്പോൾ. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം 2 കപ്പും കൂടെ ഞാൻ ചേർത്തു. ഇപ്പം ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് എന്തെങ്കിലും പോരാതുണ്ടെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ജ്യൂസ് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഒരു കഷ്ടപ്പാടും ഇല്ല. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ്. ഷുഗറൊക്കെ ഉള്ളവരാണ് ഗസ്റ്റ് വരുന്നതെങ്കിൽ നമ്മളെപ്പോഴും ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുക്കാറുണ്ട്. അതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. മധുരമൊട്ടും യൂസ് ചെയ്തിട്ടില്ല, നെല്ലിക്കയായെന്ന് നല്ല ഹെൽത്തിയുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എരിവ് ചേർത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇത് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.